ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ആക്കുന്നത് 4mm ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ബോൾസ്, ചെറിയ ഗോൾഡൻ ബോൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ചെയിന്, അതുപോലെ തന്നെ ഹുക്ക്, ലോബ്സ്റ്റർ ഹുക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്. പിന്നെ ഇതിന് ഗയർ വയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 50 സെൻറ്റിമീറ്റർ, അതായത് 50 സെൻറ്റിമീറ്റർ ലെങ്ത്താണ്. ഞാൻ ഇഞ്ചിൽ പറയാത്തത് സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് മെഷറിംഗ് ടാപ്പ് ഇല്ലാത്തവർക്ക് എളുപ്പം, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കുറച്ചധികം വലുപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാക്ക് ചെയിന്. കാരണം നമുക്ക് ബ്രേസ്ലെറ്റ് നമുക്ക് കുറച്ചൊന്ന് ഹാങ് ആയി നിൽക്കാനും കൂടിയാണ്. അത് ഞാൻ എടുത്തിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു ഗോൾഡൻ ബോൾ ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബോൾ പല സൈസിലും വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഭയങ്കര ചെറുതെടുക്കാണ്ട് നോക്കുക. ഇനി ഞാൻ ഇതിൽ രണ്ടെണ്ണത്തിലും ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 വയറിലും ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ ഒന്നും കൂടെ ഇട്ടിട്ട് അതിൽ നമ്മൾ സാധാരണ നമുക്ക് നെക്ലേസ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെയാണ് ഒരു ഭാഗത്തേക്ക് ഒന്നിട്ടിട്ട് മറ്റൊരു ഭാഗത്തിൻ്റെ എടുത്തിട്ട് ഓപ്പോസിറ്റ് ആയിട്ടിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ 2 വയറില്ലേ, 2 കയർ വയറിൽ എന്ത് ചെയ്യണം, 2 വൈറ്റ് പേൾ വീതം ഇട്ട് കൊടുക്കണം. 2 എണ്ണം രണ്ടെണ്ണത്തിലിട്ട് കൊടുക്കണം കേട്ടോ. ഫസ്റ്റത്തേൽ 2 എണ്ണം, വീണ്ടും മറ്റതിലും 2 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഗയർ വയറിൽ എന്ത് ചെയ്യാം, ഒരു ഗോൾഡൻ ബോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ആ ഒരു ഗോൾഡൻ ബോളിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റേ വയറിട്ട് വലിക്കുക. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇതുപോലൊരു ഡിസൈൻ കിട്ടും. നമുക്ക് ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൽ 2 എണ്ണത്തിലും ഓരോ ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഗോൾഡൻ ബോൾ ഇട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ ഓപ്പോസിറ്റായിട്ട് ഇട്ട് വലിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് നമുക്കൊരു മെത്തേഡ്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഇനി വൈറ്റ് പേൾ ഇട്ടെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ഇട്ടെടുക്കുക, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അതാ വീണ്ടും 2 വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ ഒരു ഭാഗത്തും 2 വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഗോൾഡൻ ഇട്ട് കൊടുത്തിട്ട് അത് ഓപ്പോസിറ്റായിട്ട് വലിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടത്ര ലെങ്ത്ത് വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതാ ഞാൻ ഏകദേശം എനിക്ക് വേണ്ടത്ര ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ ഗോൾഡൻ ബോൾ ഇടുന്നത് 2ഉം കൂടെ കൂട്ടി പിടിച്ചിട്ടാണ് ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് വലിച്ച് കൊടുക്കുക, ഒന്ന് കുറച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കണം. ചെറിയ ബാക്ക് ചെയിനാണ് എടുത്തത്, കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കട്ടെ. മറ്റേ ഒരു ബാക്ക് ചെയിനെക്കാട്ടിൽ നമ്മളിത് ചെറുതാണ് എടുത്തത്. ഇനി ബാക്ക് ചെയിൻ വേണമെന്നില്ല, നമുക്ക് അവിടെ ഒരു ജംപ് റിങ്സ് ഇട്ടാലും മതി. ഇതിൽ ഞാൻ ഏതാ ലോബ്സ്റ്ററിൻ്റെ ഹുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സാധാ ഹുക്ക്, എസ് പോലത്തെ ഹുക്ക് ഇട്ടാലും കുഴപ്പമില്ല. ഇതൊന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ജംപ് റിങ് വെച്ചിട്ടാക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ ബാക്ക് ചെയിൻ്റെ ഒരു കണ്ണി എടുത്തതുണ്ടാവുമല്ലോ, അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി മാറ്റി വെച്ചൊരു കണ്ണിയായിരുന്നു, അതിലിട്ടിട്ട് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജംപ് റിങ്സ് വെച്ച് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അത് ഊരി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായി ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, ആ ഒരു
വയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു കയർ വയറിൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നല്ലോണം ടൈറ്റായിട്ട് ഒരു 2 തവണയെങ്കിലും കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്ത് ചെയ്യുക, അതൊന്ന് പേഴ്സിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റി ആക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, എന്തെങ്കിലും ഒരു ഗം അവിടെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ അഴിഞ്ഞു പോകില്ല കേട്ടോ. ഓക്കെ, നന്നായി ടൈറ്റായിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്യാണ് കേട്ടോ. ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. പിന്നെ ഞാനിതിൽ ചെയ്യുന്നത്, നമുക്ക് നെക്ലേസിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബാക്ക് ചെയിൻ്റെ ബാക്കിലേക്കൊരു പേൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാരൊക്കെ ചോദിച്ചിരുന്നു അതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിൻ എടുത്തതിന് ശേഷം അതിലെന്ത് ചെയ്യുക, ഒരു ഗോൾഡൻ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗോൾഡൻ ബോൾ നിർബന്ധമില്ല. നമുക്ക് സാധാ പേൾ ആവുമ്പോൾ ചിലപ്പോൾ എന്താവും, അതിന് ഹോൾസ് വലുതാവുമ്പോൾ അതങ്ങ് അഴിഞ്ഞു പോകും. അതിനാണ് ചെറിയ ഗോൾഡൻ പേൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ ഒന്നുകൂടെ ഭംഗിക്ക് ഞാൻ ആദ്യം ഒരു ഗോൾഡൻ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് പേൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ചെയിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് കോർത്ത് കൊടുത്തതിന് ശേഷം ഈ പ്ലെയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. മടക്കിയിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇത് തന്നെ ചെയ്തിട്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ആ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.